ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഇന്നലെ മഹാജൂബിലി വർഷത്തിൻ്റെ സെപ്റ്റംബർ 1-ാം തീയതി വരാപ്പുഴ അതിരൂപത സ്ഥാപിതമായതിൻ്റെ വരാപ്പുഴ അതിരൂപതയുടെ 139ാമത് ജന്മദിനമായിരുന്നു. അന്ന് തന്നെ വത്തിക്കാനിൽ പരിശുദ്ധ പിതാവ് വരാപ്പുഴ അതിരൂപതയ്ക്ക് ജന്മദിന സമ്മാനമായി ഒരു വലിയ വ്യക്തിയുടെ സ്ഥാനത്തെ ലോകത്തിനു മുൻപിൽ പ്രഖ്യാപിച്ചു. അത് മറ്റാരുമല്ല, വരാപ്പുഴ അതിരൂപതയുടെ അഭിമാനവുമായ കോതാട് ഇടവകയിൽ ജനിച്ച് മഞ്ഞുമേൽ ഇടവകയിൽ ഇപ്പോൾ താമസിക്കുന്ന വലിയ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ ജെയിൻ മെൻഡസ് ആണ്. അദ്ദേഹത്തെ പരിശുദ്ധ പിതാവ് വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ടൂറിസത്തിൻ്റെ വത്തിക്കാൻ്റെ നേതൃത്വമുള്ള പെർമനൻ്റ് ഒബ്സർവർ ആയി നിയമിച്ചു എന്ന സദ്വാർത്തയാണ് ഇന്നലെ ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങൾക്കും നമുക്കും അറിയാൻ കഴിഞ്ഞത്. വരാപ്പുഴ അതിരൂപതയുടെ യശസ്സ് ആവോളം ഉയർത്തിക്കാണിക്കാനുള്ള ഒരു വലിയ ദൈവനിയോഗമായി വേണം ഇതിനെ കാണാൻ. ഈ നിയോഗവുമായി ഇന്ന് കേരളത്തിൽ തൻ്റെ അവധി ആഘോഷിക്കാൻ എത്തിയിട്ടുള്ള മോൺസിഞ്ഞോറിനെ മുൻപിൽ വെച്ച് അദ്ദേഹത്തോട് വളരെ സ്നേഹപൂർവ്വം ചോദിക്കാനുള്ളത് ഇതാണ്. അതായത്, ഈ വലിയ സ്ഥാന ലബ്ധിയിൽ അദ്ദേഹത്തിൻ്റെ വികാര വിചാരങ്ങൾ എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? നമുക്കത് ശ്രവിക്കാം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2025 ആഗോള സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമാണ്. അതിൻ്റെ ഒരു തുടർച്ച എന്നോണം നമ്മുടെ അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ജന്മതിരുനാൾ ആഘോഷിക്കുന്ന 139ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ അതിനേക്കാളേറെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുക. ഈ അവസരത്തിൽ പരിശുദ്ധ പിതാവ് ഇങ്ങനൊരു നിയമനത്തിലൂടെ വരാപ്പുഴ രൂപതയ്ക്ക് മാത്രമല്ല നമ്മുടെ ഭാരതീയ സഭയ്ക്ക് തന്നെ ഒരു അനുഗ്രഹമായിട്ട് കാണുകയാണ്. അതിന് പ്രത്യേകമായിട്ട് ദൈവത്തിനും ഒപ്പം പരിശുദ്ധ പിതാവിനും ഒപ്പം എൻ്റെ അധികാരികളായിട്ടുള്ള വത്തിക്കാനിലുള്ള എല്ലാ അധികാരികൾക്കും അതോടൊപ്പം തന്നെ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ജോയ് പിതാവിനും വരാപ്പുഴ അതിരൂപതയിലുള്ള എല്ലാ വൈദികരോടും നന്ദിയും ഒപ്പം തന്നെ ദൈവാനുഗ്രഹവും പങ്കുവയ്ക്കുക. അതാണ് എൻ്റെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു വാർത്ത വരാപ്പുഴ അതിരൂപതയ്ക്ക് ഈ ജന്മദിന ദിവസത്തിൽ തന്നെ നമുക്ക് ലഭിച്ചതിൽ വരാപ്പുഴയുടെ എല്ലാ വൈദികരോടൊപ്പം ഞാനും അതിൽ സന്തോഷിക്കുകയാണ്. കാരണം ഇത് ഞാൻ വ്യക്തിപരമായിട്ടുള്ള ഉയർച്ചയേക്കാളേറെ വരാപ്പുഴ അതിരൂപതയുടെ വരാപ്പുഴയിലെ എല്ലാ വൈദികരുടെയും ഒരുമിച്ച് കൂട്ടായ്മയുടെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു അനുഗ്രഹ സ്രോതസ്സായി ഞാൻ കാണുക. അതല്ലാണ്ട് വ്യക്തിപരമായി നോക്കുമ്പോൾ അതിൽ ഞാൻ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. മറിച്ച് നമ്മുടെ സമുദായത്തിൻ്റെ ലത്തീൻ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വരാപ്പുഴ അതിരൂപതയുടെ വളർച്ച, അതിൽ നമ്മളുടെ ഈ ഒരു നിയമനം അത് വളർച്ചയ്ക്ക് സാധിക്കുമെങ്കിൽ അത് തന്നെ ദൈവാനുഗ്രഹമായിട്ട് ഞാൻ കാണുക. അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹം ഞാൻ എല്ലാ വൈദികർക്കും വേണ്ടി സമർപ്പിക്കുകയാണ്, വരാപ്പുഴ രൂപതയ്ക്കും വേണ്ടി സമർപ്പിക്കുകയാണ്. വേൾഡ് ഓർഗനൈസേഷൻ ഓഫ് ടൂറിസം അതിൻ്റെ സ്ഥിരം നിരീക്ഷകൻ, വത്തിക്കാൻ്റെ അധീനതയിലുള്ള സ്ഥിരം നിരീക്ഷകനായി ആദ്യത്തെ ഏഷ്യക്കാരൻ, ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള ലത്തീൻകാരൻ, അതിലുപരി ആദ്യത്തെ വരാപ്പുഴ വൈദികൻ, ഒരു വലിയ അപൂർവതകളുടെ സമ്മേളനം ഇതിലുണ്ട്. ഈ കാലഘട്ടത്തിൽ ഈ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് വരുമ്പോൾ അങ്ങേക്ക് എന്താണ് പ്രത്യേകിച്ചും ഞങ്ങളോട് പറയാനുള്ളത്? ഈ വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ടൂറിസം ഇതൊരു പുതിയൊരു, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നാൾ ഞാൻ ചെയ്തിരുന്ന നുൻഷേച്ചിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ ഉണ്ടായ ആ തൊഴിലിനേക്കാൾ അല്പം കൂടി വ്യത്യസ്തമായ ഒരു മേഖലയിലേക്കാണ് കടന്നു വരിക. അതിൻ്റേതായ കടമകളും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് വത്തിക്കാനിൽ തന്നെ എനിക്ക് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ തരാനിരിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പുതിയൊരു മേഖലയിലേക്ക് പുതിയൊരു കാൽവയ്പ് നടത്താൻ. കാരണം ഇപ്പോൾ റിലീജിയസ് ടൂറിസം ഒക്കെ വളർന്നു വരുന്ന കാലമാണ്. അപ്പോൾ വേൾഡ് ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മളുടെ മാനവരാശി തന്നെ ഇപ്പോൾ ഒരു രാജ്യങ്ങളുടെ
അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്ന ഈ സാഹചര്യത്തിൽ വേൾഡ് ടൂറിസത്തിലൂടെ തന്നെ ഒരു പ്രത്യേക മാനുഷികത അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ, മാനുഷിക കൂട്ടായ്മ, രാജ്യങ്ങളുടെ അതിർത്തികളെ വെട്ടിമുറിക്കുന്നതിനേക്കാളേറെ പരിശുദ്ധ പിതാവ് തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ പോലെ ഒരു പാലം പണിയുക, സമാധാനത്തിൻ്റെ പാലം പണിയുക, അതുപോലെ വിശ്വാസത്തിൻ്റെ പാലം പണിയുക, ഇങ്ങനെയുള്ള ദൗത്യത്തിലേക്ക് ഈ ടൂറിസത്തിലൂടെ നമ്മൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ മാനുഷികത വളർത്തിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ക്രൈസ്തവിക വളർത്തുന്നതിനേക്കാളേറെ മദർ തെരേസയൊക്കെ പ്രവർത്തിച്ചതുപോലെ മനുഷ്യർ തമ്മിലുള്ള കൂട്ടായ്മ, മാനുഷിക കൂട്ടായ്മ, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിർത്തികളില്ലാതെ, രാജ്യവരമ്പുകളില്ലാതെ, മതത്തിൻ്റെ ഭിത്തികളില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നാണ്. അല്ലെങ്കിൽ കർത്താവ് പഠിപ്പിക്കുന്നത് പോലെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്ന്, അല്ലെങ്കിൽ ദൈവത്തിൽ ഒന്ന്, അങ്ങനെ ആയിത്തീരുവാനുള്ള, അങ്ങനെ കൊണ്ടുവരുവാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാനിതിനെ കാണുക. ഇതിനേക്കാളേറെ പറയാൻ എനിക്കറിയില്ല, കാരണം പുതിയ ഇൻസ്ട്രക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ യഥാർത്ഥത്തിലുള്ള എൻ്റെ സേവനം എന്താ. കാരണം ഇത്ര നാൾ 1997 മുതൽ ഇന്നലെ വരെ ഞാൻ പല രാജ്യങ്ങളിലുള്ള അപ്പോസ്തലിക് നുൻഷ്യേച്ചറിൽ വർക്ക് ചെയ്തിരുന്നപ്പോൾ അവിടെ ചെയ്തിരുന്ന വർക്കും ഇതും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. കാരണം നുൻഷ്യേച്ചറിൽ ചെയ്യുമ്പോൾ എല്ലാ രൂപതകളുമായിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ രൂപതയിലുള്ള പിതാക്കന്മാരെ എല്ലാ നിയമനം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശ്രദ്ധ പതിക്കുമ്പോൾ ഈ ഒരു പദവിയിലേക്ക് വരുമ്പോൾ അതിനേക്കാളേറെ വേൾഡ് വൈഡ് അല്ലെങ്കിൽ രാജ്യാന്തര ബന്ധത്തിലേക്ക് വരിക, അതും ടൂറിസത്തിലൂടെ, മതപരമായ ടൂറിസം, അതല്ലെങ്കിൽ മാനുഷിക വളർച്ചയുടെ ടൂറിസം, ഇങ്ങനെയുള്ള പല ബന്ധങ്ങളുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. നമ്മളാൽ കഴിയുന്ന വിധം സഭയുടെ വളർച്ച പോലെ തന്നെ സഭയുടെ, നമ്മുടെ ആഗോള സഭയുടെ വളർച്ചയ്ക്ക് നമ്മളാൽ കഴിയുന്നത് സാധിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതാണ് എൻ്റെ ആശംസയും എൻ്റെ പ്രാർത്ഥനയും. പോപ്പ് ഫ്രാൻസിസ് ജൂബിലിയുടെ വാതിൽ തുറന്നുകൊണ്ട് പറഞ്ഞു, സ്പെസ് നോൺ കോൺഫുന്തിത്, പ്രത്യാശ നമ്മെ നിരാശപ്പെടുത്തുന്നില്ല. ഇത് പ്രത്യാശയുടെ വിളക്കുകൾ തെളിയിക്കപ്പെടുന്ന ജൂബിലി വർഷമാണ്. അങ്ങ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിൻ്റെ ന്യൂൻഷ്യേച്ചറിലെ ഫസ്റ്റ് സെക്രട്ടറി, അതായത് ന്യൂൻഷ്യേച്ചറിൽ ന്യൂൻസിയോൻ്റെ ഏറ്റവും അടുത്ത ഉത്തരവാദിത്വമുള്ള ആദ്യത്തെ ആളാണ്. അവിടുത്തെ നിലവിലുള്ള അങ്ങുണ്ടായിരുന്ന രാജ്യത്തെ ജൂബിലി ആഘോഷങ്ങളെക്കുറിച്ച് ഒന്ന് ഞങ്ങളോട് വിശദീകരിക്കാമോ? ലാറ്റിൻ അമേരിക്ക, അതിലെ ഏറ്റവും ക്രൈസ്തവമായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഡൊമിനിക്കൻ റിപ്പബ്ലിക്കാണ്. അതിൻ്റെ തലസ്ഥാനമായ സാങ്തോ ഡൊമിംഗോയിൽ ഞാൻ താമസിക്കുക. 100% കത്തോലിക്കരായ ഒരു രാജ്യമാണ്. ഇപ്പോൾ അല്പം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ നമുക്കറിയാം ഇമിഗ്രേഷനൊക്കെ ഉള്ള കാലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് മതവിഭാഗക്കാരും ആ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിനാൽ അല്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും ഒരു 60% കത്തോലിക് ക്രൈസ്തവരുള്ള ഒരു രാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക്. അതിനേക്കാളേറെ വത്തിക്കാനും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കുമായിട്ട് എഗ്രിമെൻ്റ്, കോൺകോർദാത്ത് പോലും ഉള്ളത് കൊണ്ട് തന്നെ ക്രൈസ്തവ ജനത വളരാൻ സാധ്യതയുള്ളൊരു മണ്ണാണ്. ക്രൈസ്തവരെന്ന് പറയാൻ തന്നെ അവർക്ക് ഒത്തിരിയേറെ അഭിമാനവും അഹങ്കാരത്തും കൂടെ പറയുക ഞങ്ങൾ ക്രൈസ്തവരാണെന്നുള്ളത്. ഏതൊരു രാജ്യത്തെ പോലെയും പരിശുദ്ധ പിതാവിൻ്റെ ആഹ്വാനം സ്വീകരിച്ച് അവരും ഈ ജൂബിലി വർഷത്തിൽ അവരുടെ വിശ്വാസം പ്രകടിപ്പിക്കാനായിട്ട് പലതരത്തിൽ യുവാക്കന്മാരുടെ കൂട്ടത്തിലോ, അല്ലെങ്കിൽ കുടുംബ ബന്ധത്തിലോ, അല്ലെങ്കിൽ പുരോഹിതർ എല്ലാവരും ഒത്തിരി പരമാവധി കഴിയുന്ന വിധം ഇതിൽ പങ്കെടുക്കുവാനായിട്ടും റോമിൽ എത്തിച്ചേരുവാനായിട്ടുമുള്ള, അത് വത്തിക്കാനും ഇറ്റാലിയൻ ഗവൺമെൻറ്റുമായിട്ട് തന്നെ വിസ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അതിലെല്ലാം എഗ്രിമെൻ്റ് വന്നുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടിയും വിശ്വാസത്തോടും കൂടി അവർ ഈ ജൂബിലി വർഷത്തിൽ പങ്കുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒക്ടോബർ മാസം ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ വർഷമായിട്ടാണ് വത്തിക്കാൻ. അതുകൊണ്ട് ടൂറിസ്റ്റ് പ്രതിനിധികളെല്ലാവരും വത്തിക്കാനിലെത്തുന്നുണ്ട്. സാന്റോ ഡൊമിംഗോയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ 2-3 ബിഷപ്സും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ടൂറിസം മേഖലയിൽ വർക്ക് ചെയ്യുന്ന
എല്ലാ യുവാക്കന്മാരും എല്ലാവരും ഒക്ടോബർ മാസം റോമിൽ ഒത്തുചേരുന്നുണ്ട് പരിശുദ്ധ പിതാവിനോടൊപ്പം. അവരവരുടെ കാഴ്ചപ്പാടുകൾ എന്നെയും ക്ഷണിച്ചിട്ടുണ്ട്. അവരെന്ന് പറഞ്ഞത് അവരെത്തുമ്പോൾ ഞാനവിടെ ഉണ്ടായിക്കൊള്ളാം, കാരണം പരിശുദ്ധ പിതാവിനോടൊപ്പം എന്നെയും കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക് സാധാരണ പറയുന്ന ടൂറിസത്തിൻ്റെ കേന്ദ്രമാണ്, അതൊരു പരദീസയാണ്. കാരണം ഒത്തിരിയേറെ ബീച്ചുകളും ഇത്തരം സുന്ദരമായ നാട് ഇല്ല എന്ന് പറയും. യൂറോപ്യൻകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടൂറിസം സെൻ്ററാണ്, ലൊക്കേഷനാണ് സാന്റോ ഡൊമിംഗോ അല്ലെങ്കിൽ പുന്തക്കാന എന്ന് പറയും. സാധാരണ സാന്റോ ഡൊമിംഗോ എന്ന് ആരും അറിയില്ല, പുന്തക്കാന എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയുള്ളൂ. കാരണം അത്രയും സുന്ദരമായി മനോഹരമായിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പുന്തക്കാന അല്ലെങ്കിൽ ഈ ഡൊമിനിക്കൻ റിപ്പബ്ലിക്ക്. അപ്പോൾ ടൂറിസം ഒത്തിരിയേറെ ഉണ്ട്. കാരണം പ്രത്യേകിച്ച് യൂറോപ്യൻസ് എല്ലാവരും വരുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് സാന്റോ ഡൊമിംഗോ. പക്ഷേ ഒപ്പം തന്നെ ക്രൈസ്തവ അല്ലെങ്കിൽ കത്തോലിക്ക വിശ്വാസം നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ അവർ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഇപ്പോൾ പുതിയൊരു രൂപത പോലും അവിടെ സ്ഥാപിച്ചു, പുതിയ രൂപതയും പുതിയ ബിഷപ്പിനെയും ഈ ഇടയ്ക്ക് മാർപ്പാപ്പ പ്രഖ്യാപിക്കുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ക്രൈസ്തവ രാജ്യം വളരെയേറെ അതിൽ അഭിമാനിക്കുന്നവർ, പ്രത്യേകിച്ച് അവിടുത്തെ പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, ഗവൺമെൻറ് ഇവരെല്ലാവരും മീറ്റിങ്ങിൽ എന്നോട് പറയാറുണ്ട്, ഞങ്ങളെല്ലാം കത്തോലിക്കരാണ്. അത് ഫനാറ്റിസം അല്ല, മറിച്ച് വിശ്വാസമാണ്. ആ വിശ്വാസത്തിൽ ഞങ്ങൾ പറയുന്നത് സഭയോടൊത്ത് സഭയുടെ വളർച്ചയ്ക്ക് എന്ത് വേണമെങ്കിലും തരാൻ തയ്യാറായ ഒരു രാഷ്ട്രം അല്ലെങ്കിൽ ഒരു ഭരണകൂടം തന്നെ അവിടെയുണ്ട്. ജനങ്ങൾ മാത്രമല്ല, ഭരണകൂടവും കത്തോലിക്കരാഡിക്കൽ പതാകയിൽ ക്രൈസ്തവ ജനമുള്ള ഒരു രാജ്യം, ഏകരാജ്യമാണ് ഡൊമിനിക്കൻ റിപ്പബ്ലിക്. പതാക കാണിക്കുന്നത് ബൈബിളും ഒരു കുരിശുമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിനാൽ തന്നെ അറിയാം അതൊരു ക്രൈസ്തവ രാജ്യമാണ്. ഒത്തിരിയേറെ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ അവർ, അതുപോലെ തന്നെ പ്രൊവീത എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജീവന് വേണ്ടി അവർ അവിടെ ഇതുവരെയും അബോർഷൻ അംഗീകരിക്കാത്തൊരു രാജ്യമാണ്. അമേരിക്ക ഒത്തിരിയേറെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇത് മാറ്റി അബോർഷൻ വരുത്താൻ വേണ്ടി. പക്ഷേ ഇതുവരെ അത് സമ്മതിക്കാത്ത വൈദികരും ജനങ്ങളും പ്രസിഡന്റ് പോലും ഏകകണ്ട് ജീവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏക കത്തോലിക്ക രാജ്യമാണ്. ആകെ 4 രാജ്യമേ ഇതുവരെയും അബോർഷൻ അനുവദിക്കാത്തുള്ളൂ. അതിലൊന്ന് സാന്റോ ഡൊമിംഗോ. അത് പറയുമ്പോൾ തന്നെ അറിയാം അവിടെ ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവമായ കാര്യങ്ങളിലുള്ള അവരുടെ പങ്കുചേരാനുള്ള അവരുടെ ആഗ്രഹവും അവരുടെ വിശ്വാസവും മനസ്സിലാക്കുക. വരാപ്പുഴ അതിരൂപതയുടെ ചരിത്രത്തിൽ വത്തിക്കാൻ നയതന്ത്ര വിഭാഗത്തിൽ 2 പേരാണ് സേവനം ചെയ്യുന്നത്. ആദ്യത്തെ ആൾ ആർച്ച് ബിഷപ്പ് ഫ്രാൻസിസ് അസീസി, രണ്ടാമത്തെ ആളാണ് മോൺസിഞ്ഞോർ ജെയിൻ മെൻഡസ്. അങ്ങയുടെ ദൈവവിളിയെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കോതാട് ജനിച്ചു വളർന്നത്. കോതാട് തിരുഹൃദയ ദേവാലയം, അതാണ് എൻ്റെ ഈറ്റില്ലമായ എൻ്റെ ദൈവവിളിയുടെ കേന്ദ്രം. ഞാൻ ഒന്നു തുടങ്ങി പഠിച്ചത് വരാപ്പുഴ CTC സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാണ്. അന്ന് തുടങ്ങി സിസ്റ്റേഴ്സ് പ്രത്യേകിച്ച് ഉച്ചക്ക് അവർ ഊണ് കഴിക്കുന്നതിന് മുമ്പ് പള്ളിയിൽ നിരനിരയായി കൊണ്ടുപോയി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ എല്ലാ കുട്ടികളും മുട്ടൂത്തി നിർത്തി പ്രാർത്ഥിക്കാറുണ്ട്. അന്നൊക്കെ അത് മനസ്സിലായില്ല എൻ്റെ അർത്ഥമൊന്നും, എങ്കിലും അവിടെ നിന്ന് തുടങ്ങി വിത്തുകൾ വീണ് തുടങ്ങിയതാണ്. പിന്നെ ഞങ്ങൾ 10 മക്കളാണ്. ഇപ്പോൾ അപ്പനും അമ്മയും അവരൊക്കെ മരിച്ചുപോയി. പിന്നെ 3 പെങ്ങന്മാർ മരിച്ചുപോയി. എങ്കിലും നിരന്തരം എല്ലാ ദിവസവും ഇപ്പോൾ പ്രാർത്ഥന കുറഞ്ഞു തന്നെയാണ്. സന്ധ്യാ നമസ്കാരങ്ങളൊക്കെ മിക്കവിടും അന്ന്. പക്ഷേ വീടുകളിൽ കൊന്ത എത്തിക്കുക, അതിനുശേഷം വൈദിക ദൈവവിളി ഉണ്ടാകാൻ പ്രാർത്ഥിക്കുക, അങ്ങനെയൊക്കെ ആ ഒരു ചുറ്റുപാടിൽ വളർന്നു വന്നതുകൊണ്ട് തന്നെ ചെറുപ്പം മുതൽ തന്നെ ജെറമ്യാ പ്രവാചകൻ പറയുന്നത് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ നിന്നെ വിളിച്ചു. അന്ന് അതൊന്നും അധികമൊന്നും ചെറുപ്പത്തിൽ അധികമൊന്നും ആ വിശ്വാസം ഉണ്ടായിരുന്നില്ലെങ്കിലും വളർന്നു വരുന്ന സാഹചര്യങ്ങൾ കടന്നു പോകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം നേരത്തെ തന്നെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വിളിക്കപ്പെട്ടു എന്നുള്ളത് കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് എൻ്റെ ആദ്യത്തെ. പിന്നെ ആ വളർച്ചയിൽ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇവിടെ ക്യാമ്പുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ വന്ന് ചേർന്നു. അങ്ങനെയാണ് ഇവിടെ ഈ എറണാകുളം മൈനർ സെമിനാറിൽ ചേരുക. പിന്നെ തുടർന്ന് പടിപടിയായി ഓരോ നിലകളിലെത്തി ആലുവ സെമിനാറിലെത്തി അവിടെ ഫിലോസഫിയും തിയോളജിയും കഴിഞ്ഞ് പിന്നെ വൈദികനാവുക. പിന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഇവിടെ തന്നെ റോമിലേക്ക് ഈ അക്കാഡമി സ്റ്റഡിയിലേക്ക് പറഞ്ഞു വിടുക.
വാസ്തവത്തിൽ എൻ്റെ അമ്മ ഇതിനെതിരായിരുന്നു. കാരണം അച്ഛനായി ഉടനെ തന്നെ റോമിലേക്ക് വിടുക അമ്മയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അമ്മ ഇവിടെ വന്ന് അന്ന് കോർണേലിയസ് പിതാവായിരുന്നു, അദ്ദേഹത്തിനോട് ഒന്ന് സംസാരിച്ചു. അവനെ വിടരുത്, അവനെ ഇടവകയിൽ നിർത്തണം, കാരണം അച്ഛനായത് ഇടവകയിൽ വർക്ക് ചെയ്യാനാണ്. പിതാ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചതാണ്, അതുകൊണ്ട് അവൻ പോകും, കാരണം ഇതെല്ലാം നേരത്തെ തീരുമാനിച്ചേക്കുന്നതാണ്. അങ്ങനെ ഞാൻ റോമിലേക്ക് പോവുക. പിന്നെ പഠനം പൂർത്തിയായി ഇപ്പോൾ ഈ നിലയിലെത്തി. എല്ലാത്തിനും ശരിക്കും ഇപ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദൈവവിളിയൊക്കെ നമുക്ക് അതിൻ്റെ ജോൺ പോൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ ദൈവവിളി മിസ്റ്ററി, അതൊരു രഹസ്യമാണ്, ഒപ്പം തന്നെ ഒരു ദാനവുമാണ്. ഇതൊക്കെ ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കും. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് ദൈവവിളിയെക്കുറിച്ച് മനസ്സിലാകുന്നു. ആദ്യം ചെറുപ്പനാളിൽ മനസ്സിലാക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ദൈവവിളി എന്താണെന്നും അതൊരു അനുഗ്രഹമാണെന്നും ഒരു ദാനമാണെന്നും ഒപ്പം തന്നെ അതൊരു മിസ്റ്ററി അല്ലെങ്കിൽ ദൈവിക രഹസ്യമാണെന്നും അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് കടന്നു പോവുക എന്നുള്ളതിനുമാണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ അവസരം എനിക്ക് വേണ്ടിനേക്കാളേറെ നമ്മുടെ രൂപതയ്ക്ക്, നമ്മുടെ സമുദായത്തിന്, നമ്മുടെ ആഗോള സഭയ്ക്ക് വേണ്ടി നന്മ ചെയ്ത് കടന്നു പോവുക, ഇതൊക്കെയാണ് എൻ്റെ ദൈവികമായ അല്ലെങ്കിൽ ദൈവങ്ങളുടെ പശ്ചാത്തലങ്ങൾ. അവസാനമായി വരാപ്പുഴ അതിരൂപതയുടെ അഭിമാനത്തോടു കൂടി അങ്ങ് വത്തിക്കാനിലെ ഉന്നത പദവിയിലേക്ക് അവരോധിതനാകാൻ ഒരുങ്ങുകയാണ്. വരാപ്പുഴ അതിരൂപതയ്ക്ക് ഇത് സ്വർഗം തന്നൊരു സമ്മാനമാകാം. ഒപ്പം വരാപ്പുഴ അതിരൂപത ഈ സെപ്റ്റംബർ മാസത്തിൽ പരിശുദ്ധ വല്ലാർപാടത്തമ്മയുടെ നടയിലേക്കുള്ള തീർത്ഥാടനത്തിനുള്ള ഒരുക്കത്തിലാണ്. അങ്ങേക്ക് പരിശുദ്ധ അമ്മയെക്കുറിച്ച് വരാപ്പുഴ അതിരൂപതയിലെ ഈ പുതിയ ഒരു പ്രസ്ഥാനമായിട്ടുള്ള തീർത്ഥാടനത്തെക്കുറിച്ചും അങ്ങേക്കുള്ള സന്ദേശം എന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. തീർത്ഥാടനം എൻ്റെ ഇപ്പോഴത്തെ എൻ്റെ നിയമനത്തിൻ്റെ ഒരു ഭാഗമാണ് തീർത്ഥാടനം, അല്ലെങ്കിൽ ടൂറിസം. പ്രത്യേകിച്ച് അമ്മയുടെ ലേക്കുള്ള ടൂറിസം. ഇന്നലെ ഇപ്പോൾ എൻ്റെ വീട്ടിലെല്ലാവരും വേളാങ്കണ്ണിയിൽ പോയി വന്നുള്ളൂ. കാരണം വേളാങ്കണ്ണി മാതാവിൻ്റെ പെരുന്നാൾ, അതുകൊണ്ട് എല്ലാ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാവരും പോയിട്ട് വന്നുള്ളൂ ഇന്നലെ. പ്രത്യേകിച്ച് സാന്ത ഡൊമിനിക്കോയിലും ഉള്ള ഏറ്റവും വലിയ പെരുന്നാൾ അല്ലെങ്കിൽ തിരുനാൾ എന്ന് പറയുന്നത് മാതാവിൻ്റെ പെരുന്നാളാണ്. അവിടുത്തെ മാതാവിനെ പറയുന്നത് നുസ്ത്ര സിഞ്ഞോറ ദെല്ല ആൾത്ത ഗ്രാസിയ, അല്ലെങ്കിൽ നിറകുടങ്ങൾ, അനുഗ്രഹത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ മറിയം എന്നാണ് അവിടുത്തെ മാതാവിനെ, അവിടെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അവിടെ സ്തുതിക്കപ്പെടുന്ന മാതാവിനെ പറയുന്ന പേര്. അത് ജനുവരി 21-ാം തീയതിയാണ്. ഒത്തിരിയേറെ ചരിത്രമുണ്ട് ആ ഒരു തിരുനാളിൻ്റെ പുറകിൽ. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലുള്ള നിയമനം വന്നപ്പോൾ ഡിസംബർ 27 എനിക്ക് ലഭിച്ചത്. ഞാനപ്പോൾ ജനുവരി 21 അവിടെ എത്തണം, അതിന് മുമ്പ് എത്തണം, കാരണം തിരുനാൾ 21-ാം തീയതിയാണ്. അതിനെത്താൻ ആഗ്രഹിച്ചപ്പോൾ ന്യൂഷ പറഞ്ഞു തൽക്കാലം 21-ാം തീയതി വന്നാൽ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഫെബ്രുവരിയിൽ വരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് ആ തിരുനാൾ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ഒത്തിരിയേറെ അല്പം ബുദ്ധിമുട്ട് തോന്നി, കാരണം എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ട് സാധിച്ചില്ലല്ലോ എന്ന്. പക്ഷേ ഭാഗ്യത്തിന് 2022 ആ മാതാവിൻ്റെ കിരീടധാരണത്തിൻ്റെ 100 വർഷം ആഘോഷിക്കാനുള്ള അവസരം വരികയും അന്ന് നുൻഷി അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ എല്ലാ തിരുനാളിൻ്റെ 100 വർഷത്തിൻ്റെ ആഘോഷം, റോമിൽ നിന്നൊരു ഡെലഗേഷൻ, പോപ്പിൻ്റെ ഡെലഗേഷൻ വരുന്നുണ്ടായി. അങ്ങനെ ചെറിയൊരു തിരുനാൾ നഷ്ടപ്പെട്ടപ്പോൾ മാതാവ് എനിക്ക് നൽകിയത് 100 വർഷത്തിൻ്റെ കിരീടധാരണത്തിൻ്റെ തിരുനാൾ എന്നെ നൽകുകയും അതെനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹപ്രദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ വല്ലാർപാടത്ത് അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ്. നമുക്കറിയാം വല്ലാർപാടത്ത് അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങൾ. കാരണം യേശുനാഥൻ തന്നെ കുരിശിന് കീഴിൽ വെച്ച് നമുക്ക് നൽകിയ, വൈദികർക്ക് പ്രത്യേകിച്ച് നൽകിയ അമ്മയാണ് പരിശുദ്ധ മറിയം. കാരണം ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനെ ഏൽപ്പിക്കുമ്പോൾ നമ്മളെല്ലാവരും ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം നമ്മുടെ രൂപതയെ സംബന്ധിച്ചിടത്തോളം വല്ലാർപാടത്ത് അമ്മയ്ക്ക് നമ്മുടെ ഓരോരുത്തരും വളർച്ചയിൽ, വരാപ്പുഴ രൂപതയുടെ വൈദികരുടെ വളർച്ചയിൽ, ആത്മായുടെ വളർച്ചയിൽ, എനിക്ക് പ്രത്യേകിച്ച് വല്ലാർപാടം മാതാവിൻ്റെ ഫ്രറ്റേർണിറ്റി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് പരിചയമില്ലെങ്കിലും എനിക്ക് ആരോ ഒരു മെസ്സേജ് വിടുന്നുണ്ട് എല്ലായ്പ്പോഴും. അവിടുത്തെ എന്തോ ഒരിക്കലും തിരുനാളിനോടെ പോയപ്പോൾ കുർബാന കൊടുത്തു കണ്ടോ എന്തോ പറഞ്ഞുകൊണ്ട് ഒരു സഹോദരൻ എനിക്ക് അയച്ചു തരുന്നുണ്ട് അവിടുത്തെ സന്ദേശങ്ങളുടെ മെസ്സേജ്. അപ്പോൾ വരാപ്പുഴയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേക വൈദികരെ സംബന്ധിച്ചിടത്തോളം വല്ലാർപാടത്തെ അമ്മ നമ്മുടെ എല്ലാവരുടെ അമ്മയാണ്. നമ്മുടെ ആത്മീയ രൂപീകരണത്തിലും വിശുദ്ധിയിലും നമ്മളെ ഒത്തിരിയേറെ കൈപിടിച്ച് ആ യേശുവിൻ്റെ കുരിശിൻ്റെ പാതയിലേക്ക് തുടരാൻ നമ്മളെ സഹായിക്കുന്ന, ഒത്തിരിയേറെ പങ്കുവഹിക്കുന്ന നമ്മുടെ അമ്മയാണ്. നമുക്കിവിടെ നിത്യസഹായ മാതാവിൻ്റെ പള്ളിയുമുണ്ട്. കാരണം ഞങ്ങൾ ഇവിടെ പഠിക്കുമ്പോൾ, മൈനർ സെമിനാരി പഠിക്കുമ്പോൾ ശനിയാഴ്ച നൊവേന ഉണ്ട്.
അപ്പോൾ അന്ന് നമ്മുടെ പിതാവ് അവിടെ അസിസ്റ്റൻ്റ് വികാരിയായിരുന്നു. കല്ലിങ്കലച്ചൻ അന്ന് സെമിനാരിസ്റ്റുമായിട്ടില്ല, അദ്ദേഹത്തിൻ്റെ സഹപാഠിയുടെ കൂടെ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ സ്ഥിരം കണ്ടു വളർന്ന് വല്ലാവരോടത്തെ അമ്മയും നിത്യസഹായ മാതാവിൻ്റെ ഇടയിലാണ് നമ്മൾ വളർന്നു വന്നത്. അപ്പോൾ നമ്മളെ അമ്മ എന്ന് നിത്യസഹായ മാതാവ് അല്ലെങ്കിൽ വല്ലാവരോടത്തെ അമ്മ രണ്ടും നമ്മുടെ വളർച്ചയിൽ ഒത്തിരിയേറെ, അല്ലെങ്കിൽ നമ്മുടെ ദൈവവിളിയിൽ പൗരോഹിത്യത്തിലേക്ക് നമ്മൾ ഒത്തിരിയേറെ വളർന്നു വരുവാനും വിശുദ്ധിയിൽ വളരാനും നമ്മളെ സഹായിക്കുന്നു, അനുഗ്രഹിക്കുന്നു. ഇതെനിക്ക് പറയാനുള്ളൂ. വരാപ്പുഴ അതിരൂപതയുടെ ഔദ്യോഗിക ചാനലായ കേരളവാണിക്ക് വേണ്ടി തൻ്റെ വിലപ്പെട്ട സമയം ഇത്രയും നേരം നൽകിയതിന് വത്തിക്കാൻ്റെ നിയുക്തനായ സ്ഥിരം നിരീക്ഷകനായി വേൾഡ് ഓർഗനൈസേഷൻ ഫോർ ടൂറിസത്തിൻ്റെ വലിയ ചുമതലയിലേക്ക് പ്രവേശിക്കുന്ന അങ്ങേക്ക് വരാപ്പുഴ അതിരൂപതയുടെ പേരിൽ, കേരളവാണിയുടെ പേരിൽ എല്ലാ പ്രാർത്ഥനാ മംഗളങ്ങളും നേരുന്നു. അങ്ങയുടെ വഴികളിലൊക്കെയും ദൈവത്തിൻ്റെ അനന്തകൃപ കൂടെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് പ്രത്യേകം നന്ദി. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിലാണ് നിങ്ങൾ പ്രാർത്ഥനയിലാണ് നമ്മുടെ ശക്തി. പ്രാർത്ഥനയിലൂടെ മാത്രമേ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ ദൗത്യങ്ങളും ഞങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെ അനുസ്മരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി.